ഇന്ന് ഞങ്ങൾ മുത്തങ്ങ വരെ പോവാണേ എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക്. കുറേ നാളിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. കാടൊക്കെ കഴിഞ്ഞു പോകണം. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലായതുകൊണ്ട് ചെറിയൊരു മഞ്ഞും തണുപ്പൊക്കെ ആയിട്ട് നല്ല വൈബാണ്. ആൻറ്റീൻ്റെ വീടിൻ്റെ അവിടെ വലിയൊരു വയലൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരെ വയലാണേ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടേ പോകുള്ളൂ. എനിക്കിങ്ങനെ വയൽ മൊത്തം ചുറ്റി കറങ്ങി കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ. വല്ലപ്പോഴും വരുള്ളൂ. പക്ഷെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അവിടെ നല്ല റബ്ബറും കാച്ചിലൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഫുള്ളും ആനശല്യം ആയതുകൊണ്ട് ഒന്നും വെച്ചേക്കില്ല. എല്ലാം നശിപ്പിച്ച് കളയും ആന. അങ്ങനെ വയലിൽ കൂടെ വേണം ആനീൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് ആൻറ്റീൻ്റെ വീട്ടിലേക്ക് എത്തി. കുറേ നാളിന് ശേഷം വരുന്നതുകൊണ്ട് ചെറിയ ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ആൻറ്റി കുറേ പൂച്ചെടികളും മാവൊക്കെ നട്ടത് കണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പോഴാണ് ചെറിയൊരു സപ്പോട്ട മരം കണ്ടത്. അങ്ങനെ നേരെ സപ്പോട്ട പറിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നല്ലൊരു പുളിയുറുമ്പ് കയ്യിലേക്ക് ഇങ്ങോട്ട് കടിച്ചു. അതോടെ എനിക്ക് മതിയായി. അങ്ങനെ എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടു. നല്ല ഭംഗിയുണ്ട്. കുറേ നാളിന് ശേഷം വന്നതല്ലേ. നല്ല അടിപൊളിയിൽ ആൻറ്റി തോട്ടങ്ങളൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആൻറ്റിക്ക് ചെറിയൊരു ഇൻസിഡൻറ്റ് നടന്നതാണ്. രാവിലെ ആൻറ്റി തൊഴുത്തിലേക്ക് കറക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആന വന്ന് മുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടില്ല. ആൻറ്റി പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോൾ ആൻറ്റീനെ തുമ്പിക്കൈയും കൊണ്ട് എടുത്തെറിഞ്ഞതാണ്. ആൻറ്റി അങ്ങനെ 6 മാസം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനുശേഷം മെല്ലെ മെല്ലെയാണ് റിക്കവർ ആയത്. ഇപ്പോഴും വയ്യ കേട്ടോ. ഈ വീട്ടിലൊക്കെ നിറയെ പശു ഉള്ളതാണ്. പശു ഉണ്ടായിരുന്നതാണ്. ആൻറ്റി ഇതിനൊക്കെ നോക്കി നടന്ന ഒരാളാണ്. ഇപ്പോൾ വയ്യ കേട്ടോ. കഴുത്തിലൊക്കെ കമ്പിയൊക്കെ ഇട്ടിട്ട് ആൻറ്റിക്ക് തീരെ വയ്യ. അങ്ങനെ ആൻറ്റീൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ടൈം പോയതേ അറിഞ്ഞില്ല. അങ്ങ് സന്ധ്യയായി. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത് ചെറിയൊരു കിടാവ് ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ തൊഴുത്തിലേക്കൊക്കെ വന്ന് കുഞ്ഞു പശുവിനൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ആൻറ്റിക്ക് ആകെ 4 5 പശു ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഇവിടെ കുറേ പശുക്കളുണ്ടായിരുന്നതാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ.